ഈ പെട്രോൾ വെച്ചിട്ടൊരു എക്സ്പെരിമെൻ്റ്. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ വന്നത് നമ്മുടെ പെട്രോളിനെ പറ്റിയാണ്. ഇപ്പോൾ നമുക്ക് പെട്രോൾ പമ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഈ പമ്പിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കിട്ടുമോ, അല്ലെങ്കിൽ അപ്പുറത്തെ പമ്പിൽ ചെന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിലും കൂടുതൽ കിട്ടുമോ, പിന്നെ പെട്രോളിൻ്റെ ക്വാളിറ്റി എന്തോരം കിലോമീറ്റർ ഓടുന്നു, അങ്ങനെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പോകുന്നതിന് വീഡിയോ കണ്ടു നോക്കാം. നമ്മളിപ്പോൾ പെട്രോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു സ്ഥലത്തൊന്നും അല്ല, നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നാണ്. നോർത്ത് പറവൂരിൽ KMK ജംഗ്ഷനിൽ വന്ന 3 പമ്പിൽ നിന്നാണ് നമ്മൾ ആ പെട്രോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 2 ഇന്ത്യനും 1 ഭാരതമാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചിന്തിച്ചെടുത്തൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് വേറെ സജ്ജീകരണം നടത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് ഇതിൽ വേണ്ടത് ഒരേ അളവിലുള്ള 3 കുപ്പികൾ നമുക്ക് വേണ്ടി വരും. ആ 3 കുപ്പികൾ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ഇളയച്ചൻ്റെ കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കുപ്പികൾ കിട്ടോ ഇല്ലെന്ന് നോക്കണം. അത് ഒരേ അളവില സെയിം കുപ്പികൾ തന്നെ വേണം, എന്നാലേ നമുക്ക് ഈ വീഡിയോ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ പമ്പല്ലേ അത് നമ്മൾ പോണ ലൊക്കേഷനുകളൊക്കെ കാണിച്ചു കൊടുക്കണം യൂട്യൂബിൽ. നേരത്തെ മുമ്പിലേ കൊള്ളു. അത് മറ്റേ ഇതാണ് നമ്മുടെ ഓണറിനെ എപ്പോഴും തിളക്കിയെടുക്കുന്ന ഒരു. അപ്പം നമ്മൾ 3 പമ്പായിട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതിൽ 2 ഇന്ത്യൻ ഓയിലും 1 ഭാരതമാണ്. അപ്പോൾ അവിടുത്തെ പെട്രോൾ പമ്പ് നമ്മൾ ഒരു 3 സെയിം അളവുള്ള കുപ്പികൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കുപ്പികളിലാണ് ഇപ്പോൾ പെട്രോൾ മേടിച്ചേക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഈ പെട്രോള് ഇത് നടുക്കത്തെ പമ്പ്. ഇത് വരുന്നത് നമ്മൾ ആദ്യം കാണിച്ചൊരു പമ്പിൽ നിന്നാണ്. ഭാരത് പെട്രോളിയത്തിൽ നിന്ന് മേടിച്ച പമ്പാണ്, പെട്രോളാണ്.
ഇത് വരുന്നത് ഏറ്റവും മറ്റത്തെ പെട്രോൾ പമ്പ് KMK ജംഗ്ഷനിൽ വരുന്ന ഇന്ത്യൻ ഓയിലിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ 2 കുപ്പിയിൽ അളവ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലാണ് ഇത് 2. അപ്പോൾ ഇന്ത്യയിലെ 2 അളവ് വെച്ച് നോക്കുമ്പോഴും ഭാരതിയിലെ കുറച്ച് ലെവൽ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ കളറിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, 3ഉം സെയിം ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഭാരതിയിൽ നിന്ന് മേടിച്ചപ്പോൾ കുറച്ച് അളവ് കൂടുതലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവനാണ് നമ്മുടെ ഈ കൂട്ടത്തിലെ വിജയി. ഇത് ഭാരതിന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് ഭാരതിയിലെ അളവ് കൂടുതലാണ്, നമ്മൾ പ്രതീക്ഷയില്ല. നമ്മൾ ഈ വീഡിയോ എടുത്തപ്പോൾ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല ഇതൊക്കെ നടക്കില്ല. നമ്മൾ വിചാരിച്ചിരുന്നത് എല്ലാ പമ്പിൽ നിന്നും ഒരേ അളവിൽ കിട്ടുമെന്നാണ്. പക്ഷേ ഈ പറയുന്ന 2 ഇന്ത്യൻ ആയതുകൊണ്ട് നമുക്ക് ആ 2 ഇന്ത്യയിലും ഒരേ അളവ് പോലെയാണ് കാണിച്ചത്. വലിയ വ്യത്യാസമൊന്നും ഒന്നിച്ചില്ല. പക്ഷേ ഭാരതിയിലെ ഇവൻ ഇത്തിരി അളവ് കൂടുതലായിരുന്നു. കണ്ടില്ല, ടോപ്പിലാണ് നിൽക്കുന്നത്. 100 രൂപയ്ക്കാണ് നമ്മളെല്ലായിടത്തും പോയി പെട്രോൾ അടിച്ചത്. എന്നിട്ടും ഇവൻ്റെ കയ്യിൽ ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ ഇനിയുള്ള എല്ലാവരും ഭാരതി പോയി അടിക്കണം എന്നല്ല ഞാൻ പറയണത്. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങളെ കാണിച്ചെന്നുള്ളൂ. ചിലപ്പോൾ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളെ ഉദ്ദേശം ഇത് മാത്രമാണ്, അളവ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ശ്രമകരം എന്തായാലും വിജയിച്ചു. അപ്പോൾ ഇത് കണ്ട എല്ലാവരും, നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ കൂടെ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്തിരുന്ന നമ്മുടെ ഈ ക്യാമറമാൻ, നമ്മുടെ കൂട്ടുകാരൻ, അവൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ വെറുതെ വിളിച്ചപ്പോൾ എന്താണ് കാര്യം എന്ന് അറിയാണ്ട് പോലെ നമ്മുടെ കൂടെ വന്ന് സപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ അവനും കൂടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.